ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടിയോട് തുടങ്ങി കുറച്ച് അടിക്കട്ടെ. വേറെ ഒന്നല്ല, നമ്മുടെ രാവിലെ കഴിച്ച് നമ്മുടെ കാര്യം കഴിഞ്ഞു. കുട്ടികൾക്ക് പിന്നെ വയ്യാത്തവരവരൊന്നും സ്കൂളിലേക്ക് വേണ്ടിയില്ല. അപ്പം ഓർണമെൻറ്റ്സ് കുറച്ച് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പം അത് ഷോപ്പിൽ കൊണ്ടുവച്ച് കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിലേക്കൊക്കെ പോയി ഇതേ പച്ചക്കറി കൊണ്ടാണ് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാണ്ടായിരുന്നു. മേടിച്ചിട്ടുണ്ട്. അതൊക്കെ മേടിച്ച് കൊടുന്ന് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നിടത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നീ ഓരോ പരിപാടി തുടങ്ങിയാലോ ചേട്ടാ? സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഹാൻഡ് വെയിറ്റ് നോക്കാം. പുറത്തേക്കാണ് തളപ്പ് ഇടാൻ വേണ്ടിയിട്ടേ. തളപ്പ് കൊടുക്കുന്നിടത്ത് ഉള്ള കപ്പ് കെട്ട് പോകും. ഒരു നേരത്തേക്ക് ഉണ്ടാവല്ലോ നമുക്ക് മേടിക്കേണ്ടി എടുക്കാൻ വരുന്നത്. അതറിഞ്ഞില്ല ഇത് കൊണ്ടുപോയിട്ട് ചേച്ചി ഡോക്ടർ വാരിക്കാനുള്ളത് അത് എടുത്തു തരും. അപ്പം അങ്ങനെ നൂലപ്പം നാളികേരപ്പാലത്തിൻ്റെ മോന് വേണ്ട. അപ്പം ഞാൻ തരാം, അത് ആദ്യം ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇതൊന്ന് ഉച്ചോണ് ഉണ്ടാക്കാം. അതുപോലെ ഉച്ചോണ് വേഗമൊക്കെ ഉണ്ടാക്കാം കേട്ടോ അല്ലേ? അങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് ഞാൻ എറണാകുളത്ത് വെച്ചിട്ടാട്ടോ. പിറ്റേ ദിവസം ഈ വീഡിയോ എടുത്തിട്ട് പിറ്റേ ദിവസം ചിലപ്പോൾ സമയം 4:30 അന്നേരത്തെ എറണാകുളത്ത് പൊന്നൂൻ്റെ കൂടെ ഒരു വർക്കിന് വന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഡബ്ബിൻ്റെ കാര്യം. അപ്പോൾ പൊന്നൂൻ്റെ കൂടെ വർക്കിന് എന്തുകൊണ്ട് ഞങ്ങൾ വന്നു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ രാവിലെ എൻ്റെ കുണുക്കനെ പറഞ്ഞു, എനിക്ക് അമ്മ നൂലപ്പം നാളികേരപ്പാലും മതി, വേറെ ഒന്നും വേണ്ട പറഞ്ഞോട്ടോ. അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ട് ജനലേനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പൊന്നിനോട് കേട്ടോ. പൊന്നു വീഡിയോ കോൾ ചെയ്തിട്ട് ഫോൺ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊന്നിനോടും കുമാർത്തിനോടും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളും പണികളും ഒക്കെ വഴിക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് നിങ്ങളോട് സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്കങ്ങനെ ഞാൻ 92 ഞാൻ 82 വെയിറ്റിലേക്ക് ആക്കി കഴിഞ്ഞു കേട്ടോ. ഇനിയും ഒരു 72 വരെ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നൂലപ്പം ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ നൂലപ്പം ഉണ്ടാക്കി കഴിഞ്ഞു, നാളികേരപ്പാലൊക്കെ വീഴും, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചേട്ടാ. അപ്പോൾ എന്നോട് അതിന് എന്തോ ഒരു കാര്യം ഞാൻ ചോദിച്ചതാണ്. എന്താ കാര്യം ചോദിച്ചതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത് പിന്നെ ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് അന്നോട്ട് അടക്കളൊക്കെ മനായിട്ടിന് വന്നിരിക്കുന്നത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ എന്നോട്ട് എവിടെയാണ് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെല്ലും നിർന്ന് കവളത്താരും കയ്യും ഒരു ഉമ്മയ്ക്കും. അത് ഇന്നല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ശീലമാണ്. അത് പനിയായിട്ട് അങ്ങനെയാണ്. ഞാൻ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിനായിട്ട് ഇങ്ങനെ വരും, കവളത്തുമ്മ വരും. അത് ഞങ്ങൾ അങ്ങനെയാണ്. ചിലപ്പോൾ ഇന്നാളെ ഞങ്ങളൊരു ഉമ്മയ്ക്കനെ ഒരു റീൽസ് ഇട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നാണില്ല വെച്ചിട്ട് ഇതൊരു പെണ്ണ് കമൻറ്റ് ഇടയ്ക്ക് നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഉമ്മോടത്ത് എൻ്റെ ഭർത്താവാണ്, എനിക്കായിട്ട് നാണിക്കേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യണില്ല. അനാവശ്യമായിട്ടുള്ള ഒരു വൃത്തികേടോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യണില്ല. അങ്ങനെ ഇവിടെ കുണുക്കിയും നാളികേരപ്പാലും നൂലപ്പൊക്കെ കൊടുത്തിട്ടു. പിന്നെ ഞങ്ങൾക്ക് ഓർണേറ്റ് ഓട്സ് കുതിർത്തിണ്ടായിരുന്നു, അതാണ് ഞാനും രണ്ടിരുന്ന് കഴിക്കുന്നത് കേട്ടോ. ചില നേരത്തെ ഒരു മട്ടിപ്പും കാര്യങ്ങളൊക്കെ വരും. എനിക്ക് ഈ സാധനത്തിനോട് തീരെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഇതിന് എനിക്ക് അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമല്ല. പലർക്കും ഇത് ഇഷ്ടമുണ്ടെങ്കിലും എനിക്കിതിനോട് അത്ര ടേസ്റ്റൊന്നും എനിക്ക് തോന്നാറില്ല. പിന്നെ ഗതികേടുകൊണ്ട് നമ്മൾ കഴിക്കുക എന്ന് തന്നെ എനിക്ക് പറയട്ടെ. അങ്ങനെ എന്നേട്ട പറഞ്ഞു, വേണേ ഉണ്ണി ഒരു നൂലപ്പം കഴിച്ചാൽ വേണ്ട, എന്നേട്ട കഴിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, വേണ്ട ഇങ്ങനെ പെണ്ണോടത്തോളം പോട്ടെ എന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ നമ്മൾ വെയിറ്റ് കുറഞ്ഞ് വരുന്നത് കൂട്ടാൻ എളുപ്പമാണ്, പക്ഷേ കുറയ്ക്കണമെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ 82 92 ആക്കണമെങ്കിൽ 4 ദിവസത്തെ കഷ്ടപ്പാട് നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. പക്ഷെ അത് കുറയ്ക്കാൻ എളുപ്പമല്ല കേട്ടോ. അങ്ങനെ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പം എന്നായിട്ട് ചാവക്കാട് പോയപ്പോൾ 1 കിലോ മാന്തളും 1/2 കിലോ മത്തി, കുഞ്ഞു മത്തി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. വല്ല വെട്ടുമീൻ മേടിക്കാണ്ട് പോയതാണ്. പക്ഷെ അന്ന് ചാവക്കാടൊക്കെ വെള്ളം കയറിയിട്ട് മീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് കുറച്ച് മേടിച്ചിട്ട് പോന്നു. ഇവിടെ ഇപ്പോൾ 2 പ്രാവശ്യം മാന്തൽ മേടിച്ചപ്പോൾ നല്ല മാന്തൽ കിട്ടിയിട്ട് അതിന് ശേഷം മാന്തലിനോട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കത്തി മൂർച്ച കൂട്ടി ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇരുന്നിട്ട് സംസാരിച്ച് ഇങ്ങനെ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മീൻ നന്നാക്കട്ടെ. നേരത്തെ കുണുക്കിന് ഉണക്കിയും ചൂട്ടെടുക്കാൻ ആ കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളവിടെ അടുക്കളയിൽ നിന്ന് മീൻ നന്നാക്കുകയാണെങ്കിൽ അവർക്ക് ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ബാക്കിൽ വന്നിരുന്ന് മീൻ നന്നാക്കിയിരിക്കട്ടെ. അതിനേട്ടാ മാന്തൽ നന്നാക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞുമത്തി നന്നാക്കണ്ട. കുഞ്ഞുമത്തി എളുപ്പമല്ല നന്നാക്കാൻ. ഞാൻ പറഞ്ഞു, അതിനേട്ടാ അത് നന്നാക്കണ്ട, ഞാൻ നന്നാക്കിയോണ്ട് കുഞ്ഞുമത്തി എന്ന് പറഞ്ഞോട്ടാ. അപ്പോൾ എനിക്ക് മൂക്കടഞ്ഞു. ഇപ്പോൾ കാറിൻ്റെ കൂടെ AC ഇടാണ്ട് ഇങ്ങനെ AC ഇട്ട് കഴിഞ്ഞാലേ ശബ്ദം ക്ലിയർ ആവില്ല. അപ്പോൾ വണ്ടിയിൽ AC ഇടാണ്ട് ഇരിക്കുമ്പോൾ അതൊന്ന് മൂക്കൊക്കെ അടയണം പെട്ടെന്ന്, ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുമ്പോൾ പൊന്നുമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ കിയയുടെ ഷോറൂമിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്ന് വിളിച്ചിട്ട്. അതിനാണ് പൊന്നു വിളിച്ചത് തന്നെ. ഇങ്ങനെ അങ്ങനെ കിയയുടെ ഷോറൂമിലേക്ക് പോകണം, വണ്ടി സർവീസിൽ കൊടുക്കണം, ടയർ കാരണം എന്തൊക്കെ മാറ്റാൻ എന്തൊക്കെ പണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു ഉപ്പനെ കിട്ടുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അവർ പോയത്. അങ്ങനെ ഞങ്ങളിതേ മീൻ നന്നാക്കൽ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കറി വെക്കാൻ നോക്കുന്ന നേരത്താണ് നമ്മുടെ പൊന്നെ വിളിക്കുന്നത്, അമ്മ വണ്ടി 2 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ, അമ്മ അച്ഛനും ഞങ്ങളെ കൊണ്ടുവരാൻ വരുമെന്ന്.
കൊണ്ടുവരാൻ പോകണം. അപ്പോൾ ഞാൻ അമ്മ വരാൻ കൊണ്ടുവരാമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് ട്യൂഷൻ ടീച്ചർ അപ്പോൾ വന്നിട്ടുള്ളൂ. അത് വന്ന് ട്യൂഷൻ എടുക്കാവുന്ന കുട്ടിയോടെ ഞാൻ ഇപ്പോൾ എടുക്കേണ്ട പൊക്കോന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആ നേരത്ത്. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറായിട്ടുള്ള ട്യൂഷൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ അവർ ട്യൂഷൻ എടുക്കുന്ന നേരം കൊണ്ട് എനിക്ക് കുറച്ച് പണികൾ വയ്ക്കണം. അപ്പോൾ പൊന്നു വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ ഹൈലൈറ്റ് മാളിലേക്ക് പോവാം, കുറച്ച് നേരം ഞാൻ അവിടെ കറങ്ങാം, അപ്പോഴേക്കും നിങ്ങളുടെ പതുക്കെ എത്തിയാൽ മതി, അർജൻറ്റില്ല. അന്ന് ശരി എന്നാണ്. അത് കുഞ്ഞമത്തി കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് മസാല പറ്റാനുള്ള പരിപാടിയിലാട്ടോ. എന്താ വെച്ചാൽ ഒക്കെ കറി വെച്ച് കഴിച്ചാൽ ഇവിടെ ആരും കഴിക്കില്ല. ഈ മീൻ വറുത്തൊക്കെ കുറച്ച് കഴിച്ചതെന്നാണ് ഞാനപ്പോൾ നമ്മളെ ഊട്ടമ്പില്ല നമ്മൾ തീറ്റൊക്കെ നിർത്തോടുകൂടി ആ മീൻ വറുത്തൊക്കെ അവിടെ ഇരിപ്പായി. അങ്ങനെ കപ്പ പുഴുക്ക് ഉണ്ടാക്കാനും പിന്നെ എന്താ പച്ചപ്പയർ ഉപ്പേരി മത്തി വറക്കാനുള്ള മസാല പറ്റി കൈ എവിടെയോ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മസാല പറ്റുമ്പോഴാണ് മുറിഞ്ഞത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായത് നീറ്റെടുത്തപ്പോൾ. പിന്നെ ഒരു പകുതി മുക്കാൽ വശം മാന്തളം എടുത്തു, അതും മഞ്ഞപ്പൊടി ഉപ്പ് മുളകിട്ട് തിരുമ്പി അതും മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു ഒക്കെ ചടപടാതെ വെച്ചിട്ട് ചെന്നെന്ന് വെച്ചാൽ പൊന്നു ഷേപ്പി തൃശ്ശൂരൊക്കെ ആണെങ്കിൽ മീൻ നന്നാക്കിയ സ്ഥിതിക്ക് ഞാനായിട്ട് കുളിക്കാണ്ട് വരില്ല. പിന്നെ എൻ്റെ ഷേവ് ഉണ്ട് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അങ്ങനെ ഇതേ മഞ്ഞപ്പൊടി ഇട്ടു ഉപ്പിട്ടു മുളകും പൊടി ഇട്ട് കുറച്ച് തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മാന്തൾ മിളകിട്ട് വയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ മാന്തൾ മിളകിട്ട് വെച്ചാൽ ഇവരെല്ലാവർക്കും ഇഷ്ടമാണ്. ഓൾറെഡി പൊന്നൂന് കുട്ടിക്കാരൻ തൊട്ടേ ഇഷ്ടമുള്ള ഒരു കറിയാണ് മാന്തൾ മുളകിട്ട് വയ്ക്കുന്നത്. നമ്മൾ വാളംപുളിയാണ് കേട്ടോ അതിലേക്ക് ഒഴിക്കുന്നത്. കുടംപുളിയേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക വാളംപുളിക്കാവും കേട്ടോ. അങ്ങനെ നമ്മുടെ മാതൃകറിയൊക്കെ ഏകദേശം സെറ്റായി. അപ്പോൾ അത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാനുള്ള പരിപാടിയുടെ. അതിനേക്കാളും രസം എന്താ വെച്ചാൽ എൻ്റെ 2 അടുക്കളയിലും വേറെ ഗ്യാസ് അടുപ്പല്ലേ ഇരിക്കുന്ന കുറ്റി, അതിലൊരു ഗ്യാസ് കുറ്റി കഴിഞ്ഞു, ഗ്യാസില്ല. പിന്നെ ഉണ്ടായിരുന്നൊരു കുറ്റി പൊന്നൂന് കൊണ്ടുപോയി. അപ്പോൾ ഗ്യാസില്ല, നീ 2 അടുപ്പത്താണ് എനിക്ക് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പ് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ പൂക്കൾ കളർ അടുപ്പില്ലേ അത് അപ്പുറത്തേക്ക് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നേരം കുറച്ച് പച്ചവെളിച്ചിലും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ അത് അടുപ്പത്ത് വെച്ചു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ പച്ചപ്പയർ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ മേടിക്കേണ്ട ചുവന്നുള്ളിയൊക്കെ കുഞ്ഞ് പീക്ക് ചുവന്നുള്ളി കേട്ടോ. അപ്പോൾ അത് തന്നെയായിട്ട് ഇത് നന്നാക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ ഇത് നമുക്ക് പിന്നെ പതുക്കെ നന്നാക്കാം, നമുക്ക് പെട്ടെന്ന് പൊന്നുവിൻ്റെ അടുത്തേക്ക് പോകണ്ട, കാരണം 3-4 വലുത് നന്നാക്കിയായിരുന്നു. അങ്ങനെ എന്നോട് 3-4 വലുത് നന്നാക്കിയെന്നു കേട്ടോ. ഇവിടെ കല്യാണ വർക്കിന് വന്നപ്പോൾ ഞാൻ വീഡിയോ ഡബ് ചെയ്യാനും കുടിക്കും കാർത്തും അതിൻ്റെ കൂടി പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പോസ്റ്റായി എനിക്ക് ഡബ് ചെയ്യാനും ഇവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബഹളം കയറുമ്പോൾ ഡബ്ബിങ് ശരിക്കും നടക്കില്ല. അപ്പോൾ അവരോട് ഞാൻ കുറച്ച് നേരം പുറത്ത് നടന്നിട്ട് പായോണ്ട് ഇറക്കിയിട്ട് കേട്ടോ. ഒന്ന് വെയിലാറിയിട്ട് വന്നാലും ഭയങ്കര ചൂടിന് കുറവൊന്നുമില്ല. അങ്ങനെ നമ്മൾ പച്ചപ്പയർ ഉപ്പേരിക്കുന്നേ കുഞ്ഞ് പാത്രം വെച്ചു, കടുക് പൊട്ടിച്ചു, ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടു. വെളുത്തുള്ളി ഇല്ല, ചുവന്നുള്ളി. നമ്മൾ പച്ചപ്പയർ ഉപ്പേരിൽ വെളുത്തുള്ളി ഇടാറില്ല, ചുവന്നുള്ളി മാത്രം ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് നമ്മൾ ഇതേ കുത്തിയ മുളകും കുറച്ച് മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി സെറ്റാണ്. ചെറിയ തീയിലൊന്നും മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി സെറ്റാവട്ടെ. അങ്ങനെ ഇതേ മുളകൊക്കെ ഇട്ടു, അതൊന്ന് നന്നായി മൂത്ത് വരണം കേട്ടോ. മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ പച്ചപ്പയർ ഉപ്പേരി. ഞാൻ എൻ്റെ ശ്രദ്ധ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അതാണ് ഡബ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ ശ്രദ്ധ വേറെ എവിടേക്കോ പോയി. അപ്പോൾ നമ്മൾ സ്ഥലം വെക്കണതിൻ്റെ കാര്യം നേരത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും മെസ്സേജിനോ കമൻറ്റിനൊക്കെ റിപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിൽ ഐ ഡിയിലുണ്ട്. അതിൽ മഹാലക്ഷ്മി റെൻ്റൽ ഓർണമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് ഇൻസ്റ്റയിൽ ഐ ഡി ഉണ്ട്, അതിൽ നമ്മുടെ നമ്പറുണ്ട്, അതിൽ വിളിച്ചാൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോ ആയിട്ടോടുകൂടി ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കുന്നത്. പക്ഷേ നമുക്ക് ഇനി എല്ലാ റേറ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് കല്യാണ സീസൺ ആവശ്യമാണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ചവിട്ടി താഴ്ത്തി വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്കതിൻ്റെ റേറ്റ് കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ വിൽക്കുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ സ്ഥലത്തിന് അപ്പം അത്രയും റേറ്റ് നിൽക്കുന്ന സമയമാണ്, സ്ഥലം നല്ല സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ട്. ഇപ്പം നമ്മുടെ സാഹചര്യം പോലെ നമ്മൾ കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ കപ്പ വേവിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ 2 അടുപ്പത്തും, ഒരടുപ്പത്ത് മീൻ കറി ഇരിക്കുന്നു, ഒരടുപ്പത്ത് ഉപ്പേരി ഇരിക്കുന്നുണ്ട്. അതിന് നമ്മുടെ മീൻ കറി ആയപ്പോൾ ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം സെറ്റാണ്. അപ്പോൾ അത് തീ ചുരുക്കിയിട്ട് നമ്മൾ അപ്പുറത്തെ അടുക്കളയിൽ കൊണ്ടുവച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഈ അടുപ്പത്ത് നമ്മൾ എന്തിനാ മീൻ വറക്കാൻ മാന്തളും മത്തി വറക്കാണ്ട് കിട്ടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതും അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മൾ കൊള്ളി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുള്ള അരപ്പാണ് നാളികേരം, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, നല്ല ജീരകം. ഇതാണ് കേട്ടോ നമ്മൾ നാളികേരത്തിൽ ഇടുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നാളികേരം ഒരു 1.5 പിടി നാളികേരം, കറിവേപ്പില 1 കിലോ കൊള്ളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 1.5 കപ്പ് കൈപ്പിടി നാളികേരവും, 3-4-5 പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു 5-8 ചുവന്നുള്ളി,
പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഉള്ളിൽ ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ കൊള്ളിയിൽ ഉപ്പുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ നമുക്കിത് കണ്ട് ചതച്ചുകൊണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് അത് ചതച്ചു. അപ്പോഴേക്കും നമ്മുടെ മീൻ വറുക്കാനുള്ള എണ്ണയൊക്കെ ചൂടായി. ആദ്യം ഞാൻ മത്തി വറുക്കാൻ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ മത്തി നല്ലതാണെങ്കിൽ കുറച്ച് മത്തി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പുളി ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പുളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ കപ്പയ്ക്ക് മറ്റെന്ത് മീനേക്കാളും ടേസ്റ്റ് ഒരു കുഞ്ഞുമത്തി കറി വയ്ക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ സെറ്റായി വന്നു. പിന്നെ നമ്മളടുത്ത പരിപാടി എന്താ വെച്ചാൽ മീൻ കറിക്കുള്ള പരിപാടി കേട്ടോ. കുറച്ച് ഒരു 10-15 ചുവന്നുള്ളിയും ഒരു 5-8 ചെറിയ വെളുത്തുള്ളിയും ഒരു തക്കാളിയും പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ സാദാ മുളകും പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളതേ കൊള്ളിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കൊള്ളി നമുക്ക് നന്നായി ഉടച്ച് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നല്ല കൊള്ളിയായിരുന്നു, പക്ഷേ വേവ ഒരു 5-10 വിസിലടുപ്പിക്കുന്ന ഒന്ന് വേവ. പക്ഷേ വെന്തപ്പം ഉണ്ടല്ലോ നല്ല മാവ് പോലത്തെ കൊള്ളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കൂട്ടുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്. വേറെ മീൻകറിയോ ഒന്നുമില്ലെങ്കിലും നല്ല സുഖമായിട്ട് കഴിക്കാൻ വേണ്ടി എന്താ വെച്ചാൽ പച്ചമുളകിൻ്റെയും ചുവന്നുള്ളിൻ്റെയും വെളുത്തുള്ളിയുടെയും നാളികേരത്തിൻ്റെയും ആ കറിവേപ്പിലയുടെയും ഒക്കെ ഉണ്ടല്ലോ നല്ല ജീരകമൊക്കെ ചതഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ്, അത് നമ്മൾ ഇതുപോലെ ഉടച്ചു കൊടുക്കണം കേട്ടോ. എന്നാലും ഇതിലേക്ക് ടേസ്റ്റ്. വെറുതെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ്. പക്ഷേ ആ കയ്യിൻ്റെ അതിൽ ഉടച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഉടച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഉണ്ടോ ഭയങ്കര ടേസ്റ്റാട്ടോ, ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനൊരു നുള്ളു ഉപ്പ് കുറവന്നു. അപ്പോൾ ഞാൻ എന്നോട് തുള്ളി ഉപ്പ് വെള്ളം തെളിച്ചിട്ട് ഒന്നുകൂടി ഉടച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അത് ഉടച്ച് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് മത്തി പുളി ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അരപ്പ് വെളിച്ചെണ്ണയിൽ കൊടുന്ന് ഒഴിച്ചു. അരപ്പ് നന്നായി മൂപ്പിക്കട്ടോ. അരപ്പ് എന്താണെന്നല്ലേ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അരച്ചിട്ടുള്ള പേസ്റ്റ് ആട്ടോ. അങ്ങനെ നമ്മളിതേ പുളി പിഴിഞ്ഞ് വെച്ചു. പിന്നെ നമ്മളിത് കുഞ്ഞുമത്തി ഇട്ടു കറിവേപ്പില ഇട്ടു. ഇനി അതൊന്ന് വറ്റിച്ചെടുക്കാൻ മാത്രമുള്ള പരിപാടി കേട്ടോ. പുളി ഒഴിച്ച് മത്തിക്കറി റെഡി. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മാന്തളും കുഞ്ഞുമത്തിയൊക്കെ വറുത്തെടുക്കേണ്ട കേട്ടോ. പക്ഷേ നമ്മൾ ഇന്നലെ ഇത്രയും കറികളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ യോഗമില്ല. പൊന്നു ഷെബി അവിടെ നേരം വൈകില്ല, അവിടെ ഒരുപാട് നേരമായില്ല അവർ നിൽക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കാം കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് എനിക്കാണെങ്കിൽ എല്ലാം പണികളും കഴിഞ്ഞാൽ ഈ അടുക്കള അത് എങ്ങനെ ഇട്ടിപ്പോൾ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാട്ടോ. നമ്മൾ പണി കഴിഞ്ഞാൽ പിന്നെ അടുക്കള ക്ലീനാക്കി പോകുന്നതാണ് എനിക്കിഷ്ടം. അത് മിക്ക വീട്ടമ്മമാർക്കും ഒരു ഇതാണ്. നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കള അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇരുന്നാലും ഒരു സമാധാനം കിട്ടില്ല. എവിടെ പോയാലും സമാധാനം കിട്ടും. പക്ഷെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീനാക്കി അടിച്ചൊരു തുടച്ച് ക്ലീനാക്കി പാതിമുറൊക്കെ വൃത്തിയാക്കി ഒരു പാത്രം പോലും തൊട്ടിലല്ലാണ്ട് എല്ലാം കഴുകിയിട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു ആത്മസംതൃപ്തിയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴേക്കും ഒരാൾ വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എനിക്ക് പൊന്നിനെ കൊണ്ടുവരാൻ പടേക്ക് ഷേവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ആരും കാണണമെന്നില്ലല്ലോ, നാളെ ചെയ്താൽ പറയും എനിക്കിപ്പം തന്നെ ഷേവ് ചെയ്യണം. അനിയൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഷേവ് ചെയ്യാണ്ട് അനിയുടെ പടി പുറത്തിറങ്ങലിട്ട് അനിയനെ ഇങ്ങോട്ട് പോകണം. അനിയന് എൻ്റെതേ ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളുണ്ട്. അതല്ലാണ്ട് ഞാൻ ചില പറയാനിട ഷേവ് ചെയ്യാം നാളെയും ഷേവ് ചെയ്യേണ്ടതല്ല എന്നിട്ട് ഇല്ല. പക്ഷെ എന്നാൽ ഒറ്റയ്ക്ക് ഷേവ് ചെയ്യോ ഇല്ല. ഷേവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ തിക്ക് തീർത്ത് പണികളുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നിട്ട് പറയും ഉണ്ണിയെ ഷേവ് തരുമോ, ഉണ്ണിയെ ഷേവ് തരുമോ, ഉണ്ണിയെ ഷേവ് തരുമോ നിൽക്കട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷേവിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവരേനെ കൊണ്ടുവരാനൊക്കെ പോയി വന്നു. വീട്ടിലെത്തി അവർക്കുള്ള ചോറും കാര്യങ്ങളും കൊണ്ട് ഞങ്ങൾ പൊന്നുവിനെ കൊണ്ടാക്കാൻ വന്നിട്ട്. എന്താ വെച്ചാൽ പൊന്നുവിൻ്റെ വണ്ടി അവിടെയാണല്ലോ. അപ്പോൾ പൊന്നു നേരെ വീട്ടിലേക്ക് വന്നു. നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ആക്കി അവരെന്നെ കൊണ്ടാക്കാൻ വന്നപ്പോൾ കുണിക്കുകയും കുറച്ച് നേരം ശരി പൊന്നേച്ചിരോടെ ഇരിക്കുന്നു. അപ്പം എന്താ ശരി അവരോടൊരാഗ്രഹമല്ല, അവർക്ക് എങ്ങോട്ടും പോകാനോ കാര്യങ്ങളോ ഒന്നുമില്ല. മാമൻ്റെ വീടെന്ന് പറയാനോ ഒന്നുമില്ല. എല്ലാം കൂടെ അമ്മ വീടുണ്ടാകും പോയി നിൽക്കാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പൊന്നേച്ചിരോട് വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം അവരവിടെ നിന്ന് കളിക്കട്ടെ കാരണം കേട്ടോ. അങ്ങനെ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. അച്ഛനും മക്കളും ടർബോ സിനിമയിൽ നിന്നാണ്. പക്ഷേ എനിക്കുണ്ടല്ലോ ഈ സിനിമ മമ്മൂട്ടിയുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ കേട്ടോ. അങ്ങനെ വന്ന ശേഷം പൊന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ചായയും മിച്ചറും ബിസ്ക്കറ്റും കൂടി തന്നു കേട്ടോ. അപ്പോഴേക്കും അവൾ പൊന്നു രാവിലെ വെച്ച് ചിക്കൻ കറി ദോശ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞോളോട് വെച്ചു അന്നേരോട് വെച്ചപ്പോൾ അന്നേട് പറഞ്ഞു എനിക്ക് വേണ്ട പൊന്നാണ്. അപ്പോൾ കുണിക്കും ഓരോ ദോശ വേണമെന്നു. അങ്ങനെ ഉണ്ണോൾക്കുള്ള ദോശ ഉണ്ടാക്കലും ചിക്കൻ കറി ചൂടാക്കലാണ് കേട്ടോ പൊന്നു ചെയ്യണത്. അവർക്ക് പൊന്നേച്ചറോടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശപ്പാണ്. അങ്ങനെ കഴിഞ്ഞാൽ രാത്രി 11 മണിയായിട്ട് സിനിമയൊക്കെ കഴിഞ്ഞ് വീടെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങുമ്പോൾ 1 മണിയായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീച്ച് വന്നു ചപ്പാത്തി ഉണ്ടാക്കട്ടെ. എന്താ വെച്ചാൽ ഇന്ന് പൊന്നുവിന് എറണാകുളത്ത് വർക്കുണ്ട്. അപ്പോൾ പൊന്നുവിൻ്റെ വണ്ടി കിയ ഷോറൂമിലൊക്കെ എടുക്കണം. അപ്പോൾ പൊന്നു ഉണ്ടായിരുന്നു നമുക്ക് വർക്കിന് മുമ്പ് അച്ഛൻ്റെ വണ്ടി കൊണ്ട് വരുമോ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു.
അച്ഛൻ്റെ കാര്യം അറിയില്ല, അച്ഛൻ അമ്മയില്ലാണ്ട് എങ്ങോട്ടും പോയില്ല. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും പോകണം. അങ്ങനെ കുഞ്ഞല്ലേ, ബാക്കി ഞാൻ എല്ലാവരും കൂടിയിട്ട് എറണാകുളം വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പൊന്നു വിളിച്ചിട്ട് അമ്മ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പോകണമെങ്കിൽ എവിടെയെങ്കിലും കഴിക്കാമെന്ന്. പക്ഷേ അച്ഛന് പറഞ്ഞു എന്തിനാ വെറുതെ കാശ് ചിലവാക്കണം, ആരുടെ ആയാലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു 5-10 ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തിക്ക് പിന്നെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ കുറച്ചുണ്ട്, അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. മീൻ കറി ഇരിക്കുന്നുണ്ട്, എല്ലാം ഇരിക്കുന്നുണ്ടല്ലോ. തലേദിവസം ഇതൊക്കെ വെച്ചെങ്കിലും ആർക്കും ഒന്നും തിന്നാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ എല്ലാ കറികളും മീൻ വറുത്തതും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് യാത്രയിൽ പോകുമ്പോൾ മീൻ കറിയോ മീൻ വറുത്തതോ തലേദിവസത്തെ കൊണ്ടുപോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, അന്നേട്ടൻ പറഞ്ഞു ഉണ്ണി നമുക്ക് കുറച്ച് തക്കാളി ചോറ് ഉണ്ടാക്കി പിടിച്ചാലോ, ഉണ്ണികൾക്ക് വിശന്ന് കഴിഞ്ഞാൽ എവിടെ വറക്കുക എന്താണെന്നല്ല, നമുക്ക് വണ്ടി നിർത്താൻ ഇപ്പോൾ ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിൽ ഉണ്ണികൾ വിശന്ന് വലയണ്ട, ഉണ്ണികൾ കുറച്ച് തക്കാളി ചോറ് ഉണ്ടാക്കി പിടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ശരിയാണ്. അങ്ങനെ നമ്മുടെ ഇത് ചപ്പാത്തിയുടെ പരത്തിലൊക്കെ കഴിഞ്ഞു, പാചകമ്പോറൊക്കെ ക്ലീനാക്കി, പാത്രങ്ങളും നോൺ സ്റ്റിക്കിൻ്റെ തവയൊക്കെ ചൂടൊക്കെ കഴുകി ക്ലീനാക്കി അടപ്പത്തോണ്ട് വെച്ചിട്ട് ചപ്പാത്തി ചൂടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ഇതേ ചപ്പാത്തി ചൂടാണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ആ തവയൊക്കെ നമ്മൾ ചൂടാക്കി സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ചപ്പാത്തി ചൂടാകുമ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടാളുണ്ടെങ്കിൽ പണിയൊക്കെ പെട്ടെന്ന് കേട്ടു. പക്ഷേ ആരും ഇല്ലാത്ത ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പുറത്ത് നമ്മൾ ചെറിയ കുക്കർ വെച്ചിട്ടുണ്ട്. അതിനായിട്ട് അവിടെ തക്കാളിയും സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് എന്താ വെച്ചാൽ നമ്മൾക്ക് തക്കാളി ചോറിന് ഇതെല്ലാം ആവശ്യമാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ചപ്പാത്തി ഞാനൊരു 10 ഉണ്ടാക്കിയല്ലോ കേട്ടോ. കുഞ്ഞിന് 2 കൊടുത്തു, ബാക്കി അതിനായിട്ട് അവിടെ നിന്ന് 1 കഴിച്ചോട്ടെ. ഞാൻ ഒരു പകുതി കഴിച്ചു. പെട്ടെന്ന് ഒരിക്കലും ഒരു 11:30 ആയപ്പോൾ വയറുകൊണ്ട് കത്തി. ഞങ്ങളിതൊക്കെ ഉണ്ടാക്കിയെങ്കിലും കഴിക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. പിന്നെ നമ്മൾ കുക്കറിൽ എണ്ണ നേരി ചൂടായപ്പോൾ ഞാൻ സബോളയും ഒരു കുഞ്ഞ് 2 സബോളയും ഒരു 5-6 പച്ചമുളകും ചീന്തിയിട്ടു കേട്ടോ. ഇനി അത് മൂത്ത് വരുന്ന നേരം കൊണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടാണ് ഈ തക്കാളി ചോറിൻ്റെ റെസിപ്പി. ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണു എന്നുള്ളൂ കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാമല്ലോ. ഈ യാത്രകളിലൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഫുഡ് ഉണ്ടാക്കി പിടിച്ച വേറെ കറികളോ ഒന്നും വേണ്ട. അങ്ങനെ നമ്മൾ ഈ സബോളയൊക്കെ ഒരു 3/4 വശം വാടണ നേരം കൊണ്ട് ഒരു 5-8 വെളുത്തുള്ളി, ഒരു തുണ്ട് ഇഞ്ചി, കുറച്ച് ഗരം മസാല, കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ട് നന്നായി ചാന്ത് പോലെ അരക്കട്ടെ മിക്സിയുടെ ജാറിൽ. ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ നന്നായി അരഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ അരപ്പാണ് ഇപ്പം ഇട്ട് കൊടുത്തത് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഗരം മസാല കേട്ടോ, പട്ടയോ ഗ്രാമ്പു അങ്ങനെയൊക്കെ ഇല്ലേ അതിൻ്റെ പൊടിയാട്ടോ. അത് അങ്ങനെ വേണമെങ്കിൽ തരി പെരിഞ്ചീരകം, തുണ്ട് പട്ട, ഗ്രാമ്പു ഒരുപാട് ഇടരുത്. അപ്പോൾ നമ്മൾ തക്കാളി ചോറിന് ഈ മസാല കുത്ത് വരും. അങ്ങനെ മസാല കുത്ത് ഇട്ടു. അങ്ങനെ നമ്മൾ ഏകദേശം ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിയപ്പോൾ ഒരു 10-12 തക്കാളി എടുത്തോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അതിനിടെ അത്യാവശ്യം വലിയ നല്ല പഴുത്ത ഒരു 10-12 തക്കാളി കുഞ്ഞിതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വാട്ടിയെടുക്കട്ടോ. വാട്ടിയിട്ട് ഉടനെ കുറച്ച് നേരം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പൂവാള സമയമായി തുടങ്ങി. അപ്പോൾ ഒരു പിടി മല്ലിയാലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അടുപ്പിൽ ചെറിയ തീയാട്ടോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടു. ഇനി നന്നായിട്ട് നമ്മൾ ആ തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഒരു തൊലി പോലും ഇല്ലാണ്ട് തക്കാളി ഇങ്ങനെ അങ്ങനെ എടുക്കാൻ പാടില്ല, നല്ല പേസ്റ്റ് പോലെ ആവണം. അങ്ങനെ ചാന്ത് പോലെ ഇങ്ങനെ അരയ്ക്കണം. അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെച്ചു കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് മതിയാവില്ല എന്നറിയാം. അരി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കമ്മിയാവും എന്ന് അറിയണോട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. നന്നായിട്ട് അമർത്തി കൊടുക്കട്ടെ. അങ്ങനെ അമർത്തിയതിന് ശേഷം നമ്മളൊരു 2 ഗ്ലാസ് ബിരിയാണി അരിയാണ് കേട്ടോ കഴുകി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള മല്ലിയെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ബിരിയാണി അരി കുതിർത്തി കഴുകി വാര വെച്ചത് ഇട്ട് കൊടുത്തു. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വീതം 3 കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി കറക്റ്റ് ഉപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരൊറ്റ വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്തു. ഇനി വിസിൽ മുഴുവൻ പോയതിന് ശേഷം നമുക്ക് തുറക്കാട്ടോ. അങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് ഒരു ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും മുളകും പൊടിയും ഒക്കെ കൊണ്ട് നന്നായി പേസ്റ്റ് പോലെ ചതച്ചെടുത്തു. ഒരു സബോള ഒന്ന് വാട്ടിയെടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു 3 കോഴിമുട്ട ഉടച്ചുവിട്ടാം. എനിക്ക് രാവിലേക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ, ബുൾസൈ ആയിട്ട് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉടച്ചു. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി പേസ്റ്റ് മുളകും പൊടിയുടെയും വെളുത്തുള്ളിയിലും പേസ്റ്റ് അരച്ചത് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കാട്ടോ. അങ്ങനെ ഏകദേശം ചെറിയ തീയിലിട്ട് ആവാറായപ്പോൾ ഞാൻ അതൊന്നുകൂടി മൂടി വെച്ച് സെറ്റാവാൻ വെച്ചുവിട്ടാ. അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ തക്കാളി ചോറിൻ്റെ വിസിലൊക്കെ പോയി സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കോഴിമുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അത് മൂറി വേണ്ട. ബിരിയാണി വിസിലൊക്കെ പോയി തുറന്നപ്പോൾ കറക്റ്റ് പാകം കേട്ടോ, വേവ് കറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് പാകം. പിന്നെ നമ്മൾ അവിടെ പാതിമ്പറൊക്കെ ഒന്ന് തുടച്ചിട്ടു, കോഴിമുട്ട തൊണ്ട് പൊളിച്ചെടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏട്ടനോട് ഞാൻ പറഞ്ഞു
2 ഇല മുറിച്ച് കൊടുന്നു ചോദിച്ചു. അങ്ങനെ 2 ഇല മുറിച്ച് കൊടുന്നു. അത് തുടച്ച് വാട്ടി ക്ലീനാക്കി അതിലേക്ക് കുറച്ച് റൈസ് ഞാൻ ഉണ്ടാക്കില്ല. അപ്പോൾ കുറച്ച് ഈ പാത്രത്തിലുള്ളത് കുഞ്ഞിന് വേണ്ടിയിട്ട് അവിടെ കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. ഒരു കോഴിമുട്ടി കുറച്ച് റൈസും കുഞ്ഞിന് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചു. ബാക്കിയുള്ളതിൽ 3 കോഴിമുട്ടയും റൈസും 2 പൊതിയെ നമ്മൾ പൊതിയണുള്ളൂ. എന്താ വെച്ചാൽ എല്ലാവരും കൂടിയിട്ട് 2 പൊതിയിൽ കഴിക്കാമെന്ന് വെച്ചാൽ അത് കോഴിമുട്ട കൂടുതൽ വെച്ചേട്ടാ. പിന്നെ അച്ചാറും കോഴിമുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ കുണിക്കും കാർത്തും നല്ലോണം കഴിക്കാം. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി പരമാവധി ഇത് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ഇലയിലും അതേപോലെ ആ റൈസ് മൊത്തം അങ്ങോട്ട് തട്ടിയിട്ട് പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരുപാട് ഉണ്ടാക്കിയില്ല, കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. വളരെ കുറച്ച് ഉള്ളത് മൊത്തം കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് ബാക്കി മുഴുവൻ നമ്മളെടുത്തു വിട്ടാൽ. അങ്ങനെ അവിടേക്കും ഒരു 2-3-4 കോഴിമുട്ട വെച്ചിട്ടാ, കുറച്ച് നാരങ്ങ അച്ചാറും. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ. ഇനി സലാഡ് ഉണ്ടാക്കി ഒരു തൈരിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി നമ്മൾ തക്കാളി ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ കുളിയും ചേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പോകുന്ന ഏകദേശം എറണാകുളം എത്താറ മെട്രോയുടെ അവിടെ ചായ കുടിക്കാൻ നിർത്തിയിട്ട് ഒരു കാലി ചായ എന്ന് വെച്ചിട്ട് രാവിലെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാത്ത വിശന്ന് വലഞ്ഞു. എനിക്കൊന്നും സമയം ഏകദേശം ഒരു 2 മണിയായി കാണും കേട്ടോ. ആ നേരത്താണ് ഞാൻ അവിടെ നിർത്തിയത്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു എനിക്കൊരു കാപ്പി മേടിച്ചു വെച്ചു. അതിനെ കാപ്പി മേടിച്ചതും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തി ഞാൻ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചപ്പാത്തിയിൽ അധികം ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് മുക്കി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പരിപ്പാട് പിടിച്ച് കഴിക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ചപ്പാത്തി കൊടുത്തിട്ട് ഞാനൊരു 1.5 ചപ്പാത്തി ഇങ്ങനെ ചായയിൽ മുക്കി കഴിച്ചു. അപ്പോഴാണ് ഒരു ആശ്വാസം വന്നത്. തലേദിവസം രാത്രി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. പൊന്നിൻ്റെ അവിടെ പോയി വന്നു. അഞ്ഞൂറിൻ്റെ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു, പാത്രമൊക്കെ കഴുകി അടുക്കള ക്ലീനാക്കി ഞാൻ കിടന്നുറങ്ങി. പിന്നെ രാവിലെ ഒരു 1/2 കഷ്ണം ചപ്പാത്തി ഇങ്ങനെ വയറെത്തിപ്പെടുത്ത് കഴിച്ചതാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, വിശന്നും വലഞ്ഞു സത്യം പറഞ്ഞാൽ. അങ്ങനെ ചായയും കുടിച്ചു. 1.5 ചപ്പാത്തി തന്നപ്പോണ്ടല്ലോ എന്തോ ഒരു ആശ്വാസം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര വന്നു. നമ്മുടെ പൊന്നുവിൻ്റെ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിയിട്ട് അപ്പോൾ പൊന്നും ഷെബിയും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി മുകളിലേക്ക് റൂമിലേക്ക് പോയി. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എന്നിട്ട് ആ ഭക്ഷണം എന്നിട്ട് എടുത്ത് കഴിച്ചു പറഞ്ഞു. ഒരു പൊതിയിലത്തെ പൊന്നും കുണിക്കും കാർത്തും ഷെബിയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത പൊതി അന്നേട്ടം പൊളിക്കണം കേട്ടോ. അപ്പോൾ അത് മുഴുവൻ അന്നേട്ടനോട് തിന്നാൻ കൂട്ടിയിട്ട് കുറച്ച് കുണിക്കുന്നു കുറച്ച് കുണിക്കുന്നു. 2 വായ ഞാൻ കഴിച്ചു കേട്ടോ. 2 വായ അന്നേട്ടേക്ക് വാരി ചെന്നു, അത് ഞാൻ കഴിച്ചു. പിന്നെ രണ്ടെണ്ണം കഴിച്ചോണ്ടേ ഞാൻ വേണ്ട കേട്ടോ, 2 വായ മതി. കഴിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, കഴിക്കാൻ ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷെ നമ്മുടെ അവസ്ഥ മോശമായതുകൊണ്ട് കഴിച്ചില്ല. അങ്ങനെ ഒരു 3/4 വാശ കഴിച്ചു. ബാക്കി ഫ്രിഡ്ജിൽ നിന്ന് കവറിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പൊന്നൂന് അധികം കിട്ടിയിട്ടില്ല. അപ്പോൾ ഷെബിക്ക് വാരി വെച്ചെടുത്ത് കുണിക്കും കാർത്തിനൊക്കെ വാരി വെച്ചപ്പോൾ പൊന്നൂന് എന്തായാലും അധികം കിട്ടി കാണണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ പൊന്നൂന് വിശന്നാലോ വെച്ചിട്ട് അതിനായിട്ട് പകുതി അത് ഇപ്പോൾ കഴിച്ചോളൂ, പകുതി പൊന്നൂന് എടുത്ത് വെച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ പൊതിയാണ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ. ഇവരൊക്കെ തോന്നുന്നു അങ്കമാരി എത്തിയപ്പോൾ പൊന്നു ഷെബിയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ബാക്കിൽ നിന്നിട്ട് അതിനായിട്ട് പറയുന്നത് വണ്ടി മുഴുവൻ ഒരു ഹോട്ടലിൽ കയറിയ പ്രതീകമാണ് സ്മെല്ലോണ്ട്. AC കൂടി ഇട്ട് പോകണ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരാരെങ്കിലുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കണം കേട്ടോ. പലതരത്തിലും തക്കാളി ചോറ് പലരും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇതിൻ്റെ അമ്മ തമിഴ്നാട്ടുകാരാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഉണ്ടാക്കാറ്. പക്ഷേ ഞാൻ പല വീഡിയോകളും ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടു. പക്ഷേ അവരാരും ഇങ്ങനെയല്ല തക്കാളി ചോറ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ നിന്ന് കുട്ടിക്കാലത്തെ പഠിച്ചു തന്നിട്ടുള്ളൊരു ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡായതുകൊണ്ട് ഞാൻ കുട്ടിക്കാലം തൊട്ട് ഇത് പഠിച്ചു. പിന്നെ കുട്ടിക്കാലത്ത് പൊന്നിനും കുഞ്ഞിനും സ്കൂളിലേക്ക് പോകുമ്പോൾ മിക്ക ദിവസം ഇത് വേണം. അങ്ങനെ അവർക്കും വേണ്ടി ഉണ്ടാക്കി ഇതൊക്കെ ഒരു ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് തക്കാളി ചോറ് ഉണ്ടാക്കാൻ. പൊന്നു ചെറുപ്പത്തിൽ തക്കാളി ചോറ് കൊണ്ടുപോയിട്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റെസിപ്പി പറഞ്ഞു തരും വെച്ചിട്ട് എൻ്റെ സ്മെല്ല് ഭയങ്കര സ്മെല്ലാന്ന് പറഞ്ഞിട്ട് പണ്ട്. അങ്ങനെ പൊന്നിൻ്റെ മേക്കപ്പ് ചെയ്യുന്ന കല്യാണ പെൺകുട്ടി അതപ്പോൾ ജസ്റ്റ് ആ കല്യാണ പെൺകുട്ടീനെ നോക്കണതായിട്ട് കാണും. ഇപ്പോൾ കല്യാണ പെൺകുട്ടികളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമില്ല ഇങ്ങനെ നോക്കാമല്ലേ. അങ്ങനെ ഞാൻ അതാണ് നോക്കിയിരിക്കുന്നത് കേട്ടോ. പക്ഷേ അപ്പോൾ ഞാൻ കല്യാണ പെൺകുട്ടി എന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് പൊന്നത് പറയണത് കല്യാണ പെൺകുട്ടി എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ എന്തായാലും പറഞ്ഞു അതാ കല്യാണ പെൺകുട്ടിയുടെ ചേച്ചിയാണ്. ആ കുട്ടി നല്ല സ്വഭാവമായിട്ട് ആ കുട്ടി താറ്റൊക്കെ തന്നു. അപ്പം ഞാൻ നമ്മളെ അറിയണതാണെന്നൊക്കെ തോന്നുന്നു. നമ്മുടെ ചാനലിൽ കാണുന്നതാണോ കണ്ടിട്ടാണ് ഇങ്ങനെയോ നമ്മൾ അറിയാൻ തോന്നുന്നു. നമ്മളെ കൈ കൊണ്ട് താറ്റൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ എന്നേട്ടൻ പറഞ്ഞു കഴിച്ചപ്പോൾ ഞാൻ കുറേ വേണ്ടാറ്. പിന്നെ ആ സ്മെല്ലും ടേസ്റ്റ് അപ്പം എന്നിട്ട് നമ്മളെ എപ്പോഴും ഉണ്ടാക്കണതല്ലല്ലോ. ഒരു വായ കഴിക്കുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വായ കഴിച്ചുവിട്ടാൽ ഭയങ്കര ടേസ്റ്റ്. ഒരു 2 വായത്തോളം ഞാൻ കഴിച്ചുവിട്ടു. അതിനായിട്ട് വായിൽ വെച്ചതിന് 2 വായത്തോളം കഴിച്ചു. ആ കോഴിമുട്ടയും അച്ചാറും ആ സലാഡും തക്കാളി ചോറും കൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. എന്താ പറയുക, ചിക്കനോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് കോഴിമുട്ട പുഴുങ്ങിയതാണ്. ഇത് എപ്പോഴും ഉണ്ടാക്കുമ്പോഴും
നമ്മൾ മാറ്റി ഇതാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കോഴിമുട്ട പുഴുങ്ങിയത്. ഇവിടെ തക്കാളി ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ കോഴിമുട്ട പുഴുങ്ങിയത് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.